തൊഴിലാളികൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള കൂലി തൊഴിലുടമകൾ മുതലാളിമാർ കൊടുത്തിരുന്നില്ല. മാത്രമല്ല, ജോലി സമയം എന്ന് പറയുന്നത് പകലന്ത്യോളെന്നോ രാവന്ത്യോളെന്നോ ഏത് വാക്കുപയോഗിക്കണമെന്ന് എനിക്കറിയില്ല, അത്രയും സമയമായിരുന്നു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് രാത്രിയോളം അങ്ങ് നീണ്ടു നിൽക്കുന്ന തൊഴിൽ സമയമായിരുന്നു. തൊഴിൽ സമയം കഴിഞ്ഞതിന് ശേഷം ആ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് വീട്ടിലേക്ക് മക്കൾക്കും മറ്റും കുടുംബത്തിനും വേണ്ടി ഭക്ഷ്യവസ്തുക്കളും മറ്റും വാങ്ങണമെങ്കിൽ ഷോപ്പുകളും ഉണ്ടായിരുന്നില്ല. അതാണ് ഉണ്ടായിരുന്ന ഷോപ്പുകളാവട്ടെ ഈ മുതലാളിമാരുടെ സ്ഥാപനത്തിലെ ആ ഫാക്ടറി ഉടമയുടെ തന്നെ ഷോപ്പുകളായിരുന്നു. അവിടെ നിന്ന് ഭക്ഷ്യവസ്തുക്കളും മറ്റും വാങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കത്തിൽ വല്ലാതെ പറ്റിക്കും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ആ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളും കാര്യങ്ങളും കഴിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ മക്കൾക്കൊക്കെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുന്നു. ഇങ്ങനെയുള്ള പരാതികൾ ആരോട് പറയാൻ? ഈ തൊഴിലിടത്തെ ചൂഷണം ആരോട് പറയാൻ? മുതലാളിമാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുമില്ല. കൂലി നന്നായി കിട്ടിയിരുന്നെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് രാത്രി വൈകിട്ടാണെങ്കിലും ഈ ഷോപ്പിൽ നിന്ന് അല്ലാതെ വേറെ എവിടെന്നെങ്കിലും സാധനം വാങ്ങാമായിരുന്നു എന്നൊരു പോളിസി ഉണ്ടായി. പക്ഷെ ആ സമയത്ത് മറ്റൊരു കാര്യം അവർ ചെയ്തു. ഈ കൂലി കൊടുക്കുന്നതിന് പകരം ടോക്കൺ കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു. തൊഴിലാളികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് പൈസ? നിങ്ങൾക്ക് സാധനം വാങ്ങാനല്ലേ പൈസ. ഈ ടോക്കൺ അവിടെ കാണിച്ചാൽ, ഈ ഷോപ്പിൽ കാണിച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഷോപ്പ് ആരുടേതായിരുന്നു? ഇവരുടെ തന്നെ ആയിരുന്നു. ഇവിടുന്ന് മാത്രമേ വാങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ അവര് വളരെ ദാരിദ്ര്യം നിറഞ്ഞ കാലഘട്ടം, കുടുംബത്തിനെ നന്നായിട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥ, തൊഴിലുടമകളുടെ വല്ലാത്ത ചൂഷണം, രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ വളർച്ച, ഇങ്ങനെയൊക്കെ ആയപ്പോ ആ മില്ലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, തൊഴിലാളികൾ അവരുടെ സങ്കടങ്ങൾ പരസ്പരം പങ്കുവച്ചു. എന്ത് ചെയ്യാൻ? അങ്ങനെ പങ്കുവെച്ചപ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എനിക്ക് നീയേ ഉള്ളൂ, നിനക്ക് ഞാനേ ഉള്ളൂ, നമ്മൾ വിചാരിച്ചാലേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന, ഓരോ ആളും എല്ലാവരെയും സഹായിക്കുക, എല്ലാവരും ഓരോ ആളെയും സഹായിക്കുക എന്ന് പറയുന്ന ആ ഒരു ആശയത്തിനെ വെച്ചുകൊണ്ട് ആ മില്ലിൽ പണിയെടുത്തിൽ കൊണ്ടിരുന്ന ഒരു 28ഓളം കമ്പിളി നെയ്ത്തുകാർ, ടെക്സ്റ്റൈൽ മില്ലാന്ന് ഞാൻ പറഞ്ഞു, ആ നെയ്ത്തുകാർ ഒരു കാര്യം തീരുമാനിച്ചു. പുറത്തുനിന്ന് നമ്മൾ ആരെങ്കിലും സാധനം വാങ്ങി വെക്കുന്നു, എന്നിട്ട് നമ്മളുടെ ഇടയിൽ വിതരണം ചെയ്യുന്നു. എന്നാലേ നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടുള്ളൂ, കുടുംബത്തിന്റെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ, നമ്മളുടെ ആരോഗ്യം അതോടൊപ്പം ആ ചൂഷണം കൺട്രോൾ ചെയ്യാൻ അങ്ങനെ പറ്റുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 28 ആൾക്കാർ ചേർന്നിട്ട് അവർക്കാകാവുന്ന എമൗണ്ട് സംഭാവനയായിട്ട്, ക്യാപിറ്റലായിട്ട് എന്ന് പറയും, മൂലധനമായി സ്വീകരിച്ചു. പുറത്തുനിന്ന് സാധനം വാങ്ങി ഇവരുടെ ഇടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ വിതരണം ചെയ്യാൻ ഇവർക്ക് സ്ഥലം വേണമല്ലോ, സ്ഥലം കൊടുക്കാൻ ആരുമില്ല. അവസാനം ഇവർക്കൊരു സ്ഥലം കിട്ടി. സ്ഥലം കിട്ടിയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മില്ലിന്റെ ഗോഡൗൺ. അവിടെ സാധനങ്ങൾ വെച്ചു. രാത്രി ഏറെ വൈകി, തൊഴിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് സാധനങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ലൈറ്റ് വേണം. ലൈറ്റിന് അന്ന് ഇലക്ട്രിസിറ്റി അല്ല, ലൈറ്റിന് അന്ന് ഗ്യാസ് കണക്ഷനാണ് ഇവർക്ക് വേണ്ടത്. പക്ഷേ അധികാരികൾ ഇവർ ചെയ്യുന്നത് പൊതുസമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ്, നിങ്ങൾ സംഘടിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആ ഗ്യാസ് കണക്ഷൻ പോലും നൽകാൻ തയ്യാറായില്ല. മെഴുകുതിരി വാങ്ങി മെഴുകുതിരിന്റെ വെട്ടത്തിൽ ആ അത്യാവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റോർ, ആ ദാരിദ്ര്യത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മോചിതരാവാൻ വേണ്ടി ആ അത്യാവശ്യ വസ്തുക്കളെ വിതരണം ചെയ്യുന്ന ഒരു സംഘം അവര് രൂപീകരിച്ചു. അതിൻ്റെ ഫസ്റ്റ് ഡേയിൽ, അതിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആ ഫസ്റ്റ് ഡേയിൽ ആ നാട്ടിലെ കുറേ ഷോപ്പ് ഓണേഴ്സ്, മുതലാളിമാര് ഇവരുടെ മുമ്പാകെ വന്നിട്ട് കളിയാക്കി, നിങ്ങൾക്കെല്ലാം വട്ടാണ്, നിങ്ങൾക്ക് എന്ത് നടക്കാനാണ് ഇങ്ങനൊരു കാര്യം, സാധനം വിതരണം ചെയ്യാൻ നടക്കുന്നുള്ളൂ, എന്തിൻ്റെ കേടാണ്?
പക്ഷെ അവരങ്ങനെ പിന്മാറിയില്ല. കാരണം അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി ഈ വർത്താനല്ല. അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി, അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന്റെ ആരോഗ്യവും കാര്യങ്ങളും, തൻ്റെയും ആരോഗ്യവും കാര്യങ്ങളൊക്കെയാണ്, ആ ചൂഷണവും കാര്യങ്ങളാണ്. അങ്ങനെ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന, എന്നെ പോലെ എൻ്റെ കൂടെയുള്ള ആളെ കൂടി കരുതണം, ഒരു കരുതൽ വേണം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം രൂപം കൊള്ളുന്നത്. 1844 ഇംഗ്ലണ്ടില് റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവരന്ന് ചില തീരുമാനങ്ങളെടുത്തു. ഇവർക്ക് മുമ്പ് തന്നെ കൂട്ടായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിച്ച ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് പരാജയപ്പെട്ടു പോയിരുന്നു. അത് പാടില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായ മൂല്യങ്ങളും തത്വങ്ങളും പാലിക്കണം എന്നതായിരുന്നു. സഹകരണ സംഘത്തിന്റെ കൂടെ, ഞങ്ങളുടേത് പോലെയുള്ള സഹകരണ സംഘത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ മൂല്യങ്ങളും തത്വങ്ങളും പാലിക്കുന്നവർക്കേ പറ്റുകയുള്ളൂ. അങ്ങനെ അവര് ചില തത്വങ്ങൾക്ക് രൂപം കൊടുത്തു. ആ തത്വങ്ങൾ അനുസരിക്കാൻ തയ്യാറാണോ? ഞങ്ങളുടെ കൂടെ മെമ്പർഷിപ്പ് എടുക്കാം, ഞങ്ങളുടെ കൂടെ ചേരാം, ന്യായവിലക്ക് സാധനങ്ങൾ തരും, നമ്മൾക്ക് വലിയ ലാഭമൊന്നും വേണ്ട, പകരം നിങ്ങളെ കൂടി സംരക്ഷിക്കണം, അതൊരു മനുഷ്യൻ എന്ന രീതിയിൽ മാനുഷിക സ്നേഹം എന്നിലുള്ളത് കൊണ്ട് നമ്മുടെ കടമയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ചേർക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ആ ഇംഗ്ലണ്ടിലെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിതമായ ആ സ്റ്റോറ് വളർന്ന് പന്തലിച്ചു. അടിസ്ഥാനപരമായ അവരുടെ ആശയം എന്ന് പറയുന്നത് ഇത്രമാത്രമായിരുന്നു: മനുഷ്യ സ്നേഹം. അതോടൊപ്പം തന്നെ സഹകരണ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് പാവങ്ങളുടെ സംഘടനയായിട്ടും കൂടിയാണ്. അല്ലാതെ അംബാനിമാരുടെ സംഘടനയായിട്ടല്ല സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത്, പാവങ്ങളുടെ സംഘടനയാണ്. അതായിരുന്നു ആദ്യത്തെ സഹകരണ സംഘം, അല്ലെങ്കിൽ ആദ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് പങ്കെടുക്കുന്ന കടവത്തൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, നിങ്ങളുടെ ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അതൊരു വായ്പാ സംഘമാണ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണ്. അത്യാവശ്യക്കാരൻ ആൾക്കാരിൽ നിന്ന് നിങ്ങളുടെ സമ്പാദ്യം നിക്ഷേപത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുകയും നിങ്ങൾക്ക് തന്നെ ആവശ്യക്കാർക്ക് ലോൺ നൽകുകയും ചെയ്യുന്ന വായ്പാ സംഘങ്ങൾ. അതാണ് കടവത്തൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു ചോദിച്ചാൽ അത് ജർമ്മനിയിലാണ്. അവിടെ കർഷകരുടെ ഇടയിലായിരുന്നു. ജർമ്മനിയിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ പണം ആവശ്യമായി വന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ആരെ? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ല, സഹകരണ ബാങ്കുകളല്ല, പിന്നെയോ ബ്ലേഡ് കമ്പനിക്കാരുടെ അടുക്കൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചാലും തീരില്ല. ആ കടം കൊടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊട്ട് തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യമില്ല. കാരണം അങ്ങനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവനെ ഒരു കറവ പശുവിനെ പോലെ കാണാൻ വേണ്ടി പറ്റൂല, പൈസ മാത്രം അടച്ചുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയുള്ളൊരു ചൂഷണമായിരുന്നു അവിടെ. ഇവരുടെ നിന്ന് കടമെടുത്ത ആൾക്കാർക്ക് തിരിച്ചടക്കാൻ വേണ്ടി പറ്റാതെ വന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശപ്പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, എല്ലാവർക്കും തിമിരം. അത് തന്നെ, പൊട്ടിയ താലി ചരടും പുറകിലെ മാവിലെ കയറും ഒക്കെ തന്നെയായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, മനുഷ്യ സ്നേഹം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. FW റേഫിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കുറെ കർഷകരെ സംഘടിപ്പിച്ചു. ഈ ചൂഷണത്തിൽ നിന്ന്, ഈ ബ്ലേഡ് കമ്പനിക്കാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണം. ആ മനുഷ്യ സ്നേഹത്തിനൊടുവിൽ
കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് റെഫീഷൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കാകാവുന്നത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യൂ, നമ്മൾക്ക് തന്നെ ഈ എമൗണ്ട് ആവശ്യക്കാർക്ക് വായ്പയായിട്ട് കൊടുക്കാം, പലിശ ചാർജ് ചെയ്യാം, അങ്ങനെ കിട്ടുന്ന പലിശയും ഇതിലെ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാം എന്നതായിരുന്നു. ഞാൻ എന്തിനാ വിശദീകരിക്കുന്നത്? നിങ്ങളുടെ ബാങ്ക് ചെയ്യുന്ന കാര്യം, കടവത്തൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ സമ്പാദ്യം നിക്ഷേപത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുകയും നിങ്ങളുടെ ഇടയിൽ തന്നെ കടവത്തൂർ എന്ന് പറയുന്ന തൃപ്രങ്ങോട്ടും ആ പഞ്ചായത്തില് ആൾക്കാർക്ക് തന്നെ വായ്പ കൊടുക്കുകയും ചെയ്യുന്നത് ഒരു പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്? അന്ന് അവർ തുടങ്ങി വെച്ചത്. കടവത്തൂർ SCB ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിങ്ങളെ കണ്ട് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്തിട്ട് ഈ എമൗണ്ട് എല്ലാം കൊണ്ടുപോയിട്ട് എവിടെയാ? ഡൽഹിയിലാണോ ഇൻവെസ്റ്റ് ചെയ്തത്? പൂനെയില് മെട്രോ റെയിൽ ഉണ്ടാക്കാൻ വേണ്ടി, റോഡിന്റെ അതിന് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അംബാനിക്ക് ലോൺ കൊടുക്കുകയാണോ ചെയ്തത്? ഞാൻ പറയുന്നതിൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സാറ് പറ തെറ്റാണ്, ഇവരങ്ങനെയാണ് ചെയ്യാറുള്ളത്, നമ്മളുടെ പൈസ ഒന്നും നമ്മൾക്ക് ലോണായി കിട്ടാറില്ല, ഇവർ മുഴുവൻ കൊടുക്കുന്നത് അങ്ങ് ബോംബെയിൽ, മഹാരാഷ്ട്രയിലും പൂനെയിലും ഒക്കെയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഡെപ്പോസിറ്റിന്റെ രൂപത്തിൽ സ്വീകരിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം, നിക്ഷേപത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം നമ്മളുടെ ഈ പഞ്ചായത്തിന്റെ ലോക്കൽ GDP എന്ന് പറയും, നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിൽ ഓരോരാൾക്കും വായ്പയായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ നാടിന്റെ തന്നെ വികസനമാണ് വരുന്നത്. ഇപ്പുറത്തെ കാർത്തിയാൻറ്റിയോട് വാങ്ങുന്ന ഡെപ്പോസിറ്റ് നിക്ഷേപം ഇപ്പുറത്തെ കുഞ്ഞിരാമേട്ടനല്ലേ ലോണായിട്ട് പോകുന്നത് അല്ലേ? ആ ഒരു പ്രസ്ഥാനം, ആ ഒരു സിസ്റ്റം തുടങ്ങിയത് അങ്ങ് ജർമ്മനിയിലായിരുന്നു. പാവപ്പെട്ട ആൾക്കാരെ മനുഷ്യസ്നേഹം എന്ന് പറയുന്ന ആശയം മുമ്പിൽ വെച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മളുടെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു സഹകരണത്തിന്റെ തുടക്കം എന്ന് കൂടി പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസം. ബോറടിക്കുന്നില്ലല്ലോ? പറഞ്ഞു പോവാലോ? സപ്പോർട്ട് വേണം എനിക്ക് ഉണ്ടല്ലോ? ഓക്കെ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ നമ്മുടെ പ്രസ്ഥാനം വന്നത് ഗവൺമെന്റ് ഫോസ്റ്റേഡ് സ്കീമായിട്ടാണ്, ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ഇന്ത്യയിലെ എന്നതിനപ്പുറം ഈ വേദിയിൽ ഞാൻ പറയേണ്ടത് നമ്മുടെ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ, സഹകരണ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഗവൺമെന്റിന്റെ കൃത്യമായ റൂൾസും റെഗുലേഷനും പാലിച്ചുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുക്കൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, വായ്പ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു മെയിൻ ആയ പരിപാടി, അത് മെയിൻ. ഓക്കെ, അതിനപ്പുറം കുറെ സബ്സിഡറി ആക്ടിവിറ്റീസ് നമ്മുടെ ബാങ്കിനുണ്ട്. അങ്ങനെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വായ്പ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രസിഡന്റ് മോഹന മാഷക്ക് തോന്നുന്നു ഇന്നയാൾക്ക് കൊടുക്കാം കുറച്ച് ലോൺ, 1,00,000 രൂപ ഇന്നയാൾക്ക് കൊടുത്തേക്കാം, 50,000 അങ്ങോട്ട് കൊടുത്തേക്കാം, 4 ലക്ഷം ഇങ്ങോട്ട് കൊടുത്തേക്കാം. അത് പറ്റുമോ? അത് പറ്റില്ല. കാരണം അങ്ങനെ കൊടുക്കണമെങ്കിലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ ചട്ടക്കൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്യുന്ന ആ നിയമത്തിന്റെ വകുപ്പുകളൊക്കെ അനുസരിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റും. ആ നിയമത്തിന്റെ വകുപ്പുകളിൽ, ആ നിയമത്തിന്റെ ചട്ടങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണമെന്ന് 1969 കേരള സഹകരണ സംഘ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2023 അവസാനമായിട്ട് ഭേദഗതി വരുത്തിയത്. 2024 ജൂൺ മാസം 7-ാം തീയതിയാണ് ആ ഭേദഗതി നിലവിൽ വന്നത്. പുതിയ ഭരണസമിതി അംഗങ്ങൾ വരുന്നതായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, ഇവരൊക്കെ, നമ്മളൊക്കെ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. നിയമങ്ങളും ചട്ടങ്ങളും മാത്രമല്ല, ഈ സംഘത്തിന് ഒരു നിയമാവലിയുണ്ട്, ബൈലോ. ആ ബൈലോയിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ സമയാസമയങ്ങളിൽ
സർക്കാർ സംവിധാനത്തിലുള്ള സഹകരണ വകുപ്പിൽ നിന്ന് വരുന്ന സർക്കുലേഴ്സ് ഉണ്ട്, സർക്കുലറുകൾ. ആ സർക്കുലർ കാലം എന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സമയം എന്താണോ ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ആ സർക്കുലർ ഇറക്കാറുള്ളത്. ആ സർക്കുലറും അനുസരിച്ച് കൊണ്ടേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം സഹകരണ സംഘങ്ങളുടെ പരമാധികാരികൾ എന്ന് പറയുന്നത് നിങ്ങളാണെങ്കിൽ കൂടി, ജനറൽ ബോഡി ആണെങ്കിൽ കൂടി, ഇത് ഗവൺമെന്റ് ഫോസ്റ്റേഡ്, ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം ആയതുകൊണ്ടും നിങ്ങളുടെ അല്ലെങ്കിൽ നാടിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വിദേശ രാജ്യങ്ങളില് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മുമ്പോട്ട് വന്നിട്ട് രൂപീകരിച്ചതാണ് സഹകരണ സംഘങ്ങൾ എങ്കിൽ നമ്മളുടെ ഇവിടെ ഗവൺമെന്റ് സംവിധാനത്തിൽ വന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ എന്താ പട്ടിണി ഉണ്ടായില്ലേ, ദാരിദ്ര്യം ഉണ്ടായില്ലേ, കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ലേ എന്ന് ചോദിക്കും. ഇവിടെ പട്ടിണി ഉണ്ടായിരുന്നു, ദാരിദ്ര്യം ഉണ്ടായിരുന്നു, കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ആളിക്കത്തിക്കുന്ന ഒരു വ്യവസ്ഥിതി കൂടി ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് വ്യവസ്ഥിതി? ജാതി വ്യവസ്ഥ, അല്ലേ? തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ എന്ന് പറഞ്ഞൊരു കാലം ഇന്ന് പൂർണ്ണമായിട്ട് പോയോ നമ്മുടെ നാട്ടിൽ നിന്ന്? എൻ്റെ കൂടെ ഇല്ലേ നിങ്ങൾ? ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നുള്ളൂ. ഈ ശീലം എനിക്ക് കുറവാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിച്ച ശീലം എനിക്കുള്ളൂ. ഞാൻ മൈക്കിന്റെ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്നോട് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത്. ജാതി വ്യവസ്ഥ പൂർണ്ണമായിട്ട് പോയോ? ഇല്ല. തിരിച്ചു വരുന്നുണ്ടോ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ എന്നേക്കാൾ എത്രയോ സീനിയറായ, എന്നേക്കാൾ എത്രയോ അനുഭവ പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ പുസ്തകത്താളുകൾ വായിച്ച് പഠിച്ചതായിരിക്കാം. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നു, ആ പൂർണ്ണമായി പോയില്ല, തിരിച്ചു വരുന്നുണ്ടോ എന്നൊരു സംശയം ആണ് ചോദിക്കുന്നത്. ഉണ്ട്, അല്ലേ? പക്ഷെ തിരിച്ചു വന്നാലും നമ്മൾക്ക് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു വ്യവസ്ഥിതി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റൊരു ശ്രീനാരായണ ഗുരു, മറ്റൊരു ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി ഒക്കെ വരാതിരിക്കില്ല. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. ആ ഒരു ജാതി വ്യവസ്ഥ അതുകൂടി ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. ജന്മിയുടെ പാടത്ത് പണിക്ക് പോകുന്ന കുടിയാൻ, അവരുടെ കൂലി തീരുമാനിക്കുന്നത് ജന്മി, അല്ലേ? ഓരോരാൾക്ക് എത്രയാണ് കൂലി? അത് കറൻസി നോട്ടിന്റെ രൂപത്തിലും കോയിന്റെ രൂപത്തിലൊന്നും അല്ല. ഉൽപ്പന്നം ഇപ്പം വയലില പോയതെങ്കിൽ നെല്ല് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നെല്ലാവണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അരിമണികൾ വേണമല്ലോ. അതുപോലും ഇല്ലാത്ത സാധനം, പതിര്, അല്ലേ സാറേ? അതെ, അങ്ങനെയുള്ള ഇത് കൊടുത്തിരുന്നൊരു കാലം. ജോലി സമയവും സൂര്യൻ ഉദിച്ച സമയം മുതൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം പരസ്പരം കാണാൻ പറ്റാത്ത സമയം വരെയാണ് ജോലി സമയം. പീഡനം, അല്ലേ? ഈ ഒരു കാലത്തിനെ കുറിച്ച് ചങ്ങമ്പുഴ ഒരു കവിതയിൽ മനോഹരമായിട്ട് വരച്ചിട്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചങ്ങമ്പുഴയുടെ വാഴക്കുല, അല്ലേ? മലയപ്പുലയനാമാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ വെച്ചു, മനതാരിൽ ആശകൾ പോലതിലോരോരോ മരതകക്കൂമ്പു തളിർത്തു വന്നു. കേട്ടിട്ടില്ലേ? മലയപ്പുലയൻ വളരെ സന്തോഷത്തോടു കൂടി കുടിലിന്റെ മുമ്പിൽ, വീടെന്ന് പറഞ്ഞൂടല്ലോ, കുടിലിന്റെ മുമ്പിൽ വാഴ വെക്കുകയാണ്. മക്കളെ ഏൽപ്പിച്ചു വാഴയെ പരിപാലിക്കാൻ. മക്കള് നന്നായിട്ട് പരിപാലിക്കുകയാണ് വാഴേനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കലാണ് ഒരു വാഴപ്പഴം കിട്ടുക. അതുകൊണ്ട് തന്നെ ആവേശമാണ്. ഇന്നത്തെ പോലെ അൽഫാമും കുഴിമന്തിയും ഒന്നും കിട്ടുന്ന കാലമല്ല, അല്ലേ? അങ്ങനെ വാഴയെ നന്നായിട്ട് ആ ഒരു ആഗ്രഹത്തിനപ്പുറം ആഗ്രഹം കൂടി ചേർന്നപ്പോ അധ്വാനത്തിന്റെ ആ ഒരു അധ്വാനം എന്താണെന്ന് അറിയാതെ അധ്വാനിച്ചപ്പോ വാഴ വേഗം വളർന്നു, നന്നായി അത് കുലച്ചു, കുല പഴുത്തു. കുല വെട്ടാറായ സമയത്ത് മക്കൾ കാത്തിരിക്കാണ്. കുല വെട്ടാറായപ്പോ മക്കളിങ്ങനെ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. ഇത് വെട്ടിയിട്ടൊരു പഴം നമുക്ക് കിട്ടുമല്ലോ. ആ സമയത്താണ് ആ നാട്ടിലെ ജന്മി ആ വഴിക്ക് പോകുന്നത്, അല്ലേ? ജന്മി ഇത് കണ്ടു. ജന്മിയുടെ കൊട്ടാരത്തിലെത്തിയ ഉടനെ വൃത്തിനോട് പറഞ്ഞു, അതാ ഇന്ന സ്ഥലത്ത് അതൊരു വാഴ കുലച്ച് നിൽക്കുന്നത്, പോയി വെട്ടിയിട്ട് വാ. ജന്മിന്റെ ഭൃത്യം വന്നു. കുല വെട്ടുമ്പോ മലയപ്പുലയൻ തടഞ്ഞില്ല. മക്കള് കരയുന്നുണ്ട്. കരയുന്ന മക്കളെ മലയപ്പുലയൻ ആശ്വസിപ്പിച്ചത് എങ്ങനെയാ?
കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ നമുക്ക് വെക്കാം, വേറെ രക്ഷയിലുള്ള വേറൊരു വാഴ വെക്കാം, എനിക്കിത് തടയാൻ പറ്റൂല എന്നതാ. അമ്പലപ്പറമ്പിലോ മറ്റോ ഉത്സവത്തിന് പോയാലും മക്കൾക്ക് ബലൂൺ വാങ്ങിക്കൊടുക്കും. ബലൂൺ വാങ്ങിക്കൊടുത്താൽ ബലൂൺ ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കുമ്പോൾ ബലൂൺ പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാൽ മക്കൾ കരയും. കരയുന്ന മക്കളോട് പറയല്ലേ, കരയണ്ടടാ, അടുത്ത കാവിന് ഉത്സവം വരുമ്പോൾ വാങ്ങി തരൂലേ? ആ ഒരു ലാഘവമായിരുന്നില്ല. ഉള്ളിലെ വേദന, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ വേദന അടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് അതേപോലെ മക്കളോട് ആ വരികൾ അല്ലെങ്കിൽ അങ്ങനെ ആശ്വസിപ്പിച്ചത്. ഇന്നാണെങ്കിലോ, ഇന്ന് നമ്മുടെ സെക്രട്ടറി സുരേഷ് സാറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് മോഹൻ മാഷ വഴിക്ക് പോന്നു. പ്രസിഡന്റ് പോട്ടെ, വെറുതെ പ്രസിഡന്റിനെ എടുക്കണ്ട. നമ്മുടെ മിനിസ്റ്റർ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആ വഴിക്ക് പോകുന്നു. കണ്ടു. അവിടെ എത്തിയ ഉടനെ ഈ ഏരിയയിൽ ചാർജുള്ള ആളോട് പറയുന്നതാ, ഒരു സുരേഷിന്റെ വീട്ടിന് മുമ്പിൽ വാഴ കൊലച്ചിരിക്കുന്നത്, പോയി വെട്ടിയിട്ട് വാ എന്ന് പറഞ്ഞാലോ? മിനിസ്റ്ററാണ് പറയുന്നത്. കരയാതെ മക്കളെ അത് നിൽക്കുമോ? ഇല്ല. കാലം കുറെ മാറി. അത് മിനിസ്റ്റർ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും. പക്ഷെ ഒരു ഫോൺ കോൾ ആയിരുന്നു അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് വരുന്നെങ്കിൽ വെട്ടി പാഴ്സലാക്കിയിട്ട് എത്തിച്ചു കൊടുക്കും. ആ സ്നേഹം വന്നിട്ടുണ്ട്. കാലം മാറിയിട്ടുണ്ട്. ഞാൻ ആ പഴയ കാലത്തേക്കൊന്ന് പോയി എന്ന് മാത്രം. അങ്ങനെ എത്ര കണ്ട് സഹിക്കും? സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, സഹനത്തിന് ഒരു പരിധി ഉണ്ടല്ലോ. അതിൻ്റെ അപ്പുറം ജന്മിമാരും കർഷകരും തമ്മിൽ പല സ്ഥലങ്ങളിൽ ലഹളകൾ ഉണ്ടാവുകയാണ്. ജന്മിമാരും കർഷകരും തമ്മിൽ ലഹളകൾ ഉണ്ടായപ്പോൾ, ജന്മിമാർക്ക് വരുമാനം ഇല്ലാതായപ്പോൾ, ഇവിടെ അന്ന് ഇന്ത്യ ഭരിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാർക്കും വരുമാനം ഇല്ലാതായിത്തീരുന്നു. കാരണം ബ്രിട്ടീഷുകാർക്ക് വരുമാനം കിട്ടുന്ന നികുതി ഇനത്തിലാണ്. ജന്മിമാർക്ക് നികുതി ഇനത്തിൽ വരുമാനം ഇല്ലാതായിത്തീരുന്നു. വരുമാനം ഇല്ലാതായപ്പോൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ്, അന്ന് ഭരിച്ചിരിക്കുന്ന ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. കർഷകരും ജന്മിമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. എന്താ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് വരുമാനമില്ല, അതുകൊണ്ട് തന്നെയാണ്. അവസാനം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കുറെ നിയമങ്ങൾ പാസ്സാക്കുകയാണ് അവർ ആദ്യം ചെയ്തത്. ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട്, ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് എന്നെല്ലാം പറഞ്ഞ് കുറെ നിയമങ്ങൾ വരികയാണ്, തക്കാവി നിയമങ്ങൾ. പക്ഷേ ആ നിയമങ്ങളൊക്കെ പുസ്തകത്താളുകളിൽ കിടന്നു എന്ന് മാത്രം. അതിന്റെ ഗുണഫലമൊന്നും വേണ്ട ആൾക്കാരിലേക്ക് കിട്ടിയില്ല. പിന്നെന്താണ് വഴി? ഗവൺമെന്റ് ആലോചിച്ചു. അങ്ങനെ ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിദേശത്തേക്ക് അയച്ചു. നിക്കോൾസൺ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് ഇങ്ങനെ ചുരുക്കി വായിക്കാമായിരുന്നു: റെയ്ഫീസനെ കണ്ടെത്തുക. റെയ്ഫീസനെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളവർ കേട്ടിട്ടുണ്ടാവും. ജർമ്മനിയിൽ നമ്മൾ കണ്ട റെയ്ഫീസൺ മോഡൽ സംഘങ്ങളാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്നതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ചുരുക്കം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആ വായ്പാ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1904 ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംഘ നിയമം വരികയാണ്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. പിന്നീട് ഓരോ വർഷവും കാലത്തിനൊത്ത് മാറി മാറി വരുന്നുണ്ട്. 12 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നുണ്ട്, പഴയ നിയമത്തിന്റെ പോരായ്മയെല്ലാം ഒഴിവാക്കിക്കൊണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു വർഷമായിരുന്നു 1956. എന്താ സംഭവിച്ചത്? എന്താണ് 56ന്റെ പ്രത്യേകത? ഞാൻ മാത്രം സംസാരിച്ചാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. അവസാനം ഞാനും മൈക്ക് ഓപ്പറേറ്റർ മാത്രമായി പോകും. 56ന്റെ പ്രത്യേകത നിങ്ങൾ പറയൂ. ഇവിടെ നിന്ന് പറഞ്ഞു വരുന്നുണ്ട്, പറയൂ. കേരളപ്പിറവി, കേരള സംസ്ഥാനം രൂപം കൊണ്ട്. കറക്റ്റ്. എങ്ങനെയാ കേരളം വന്നേ? നമ്മൾക്കൊന്ന് സംസാരിച്ചുകൊണ്ട് പോവാം, അതാണ് ബെറ്റർ. കോഡ്ലെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്തത്. കേരളം എങ്ങനെയാ വന്നേ? ഇത് എന്നെ മാത്രം ആകാശവാണി ആക്കല്ലേ, സപ്പോർട്ട് ചെയ്യും നിങ്ങൾ. പറയൂ സാറേ, കേരളം എങ്ങനെയാ വന്നേ? ഇവരെന്നെ സഹായിക്കുന്നുണ്ട്. പറയൂ സാറേ. നമ്മൾ പറയില്ല, വാശിയാണ്. എന്നാലും നിങ്ങളുടെ ഐഡിയ പറയും, കിട്ടുമോ നോക്കട്ടെ. ആരോ ഒരാൾ പറഞ്ഞു. ആ, ആരേ 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 സൗണ്ട് പറ. പരശുരാമൻ. അപ്പൊ അടുത്ത എന്റെ ഡൗട്ട്, ആരായിരുന്നു പരശുരാമൻ? ആരാ പരശുരാമൻ?
ആരായിരുന്നു പരശുരാമൻ? പറഞ്ഞു. മഹാവിഷ്ണുവിന്റെ അവതാരം. മഹാവിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങൾ ഏതൊക്കെയാ? സഹകരണ പ്രസ്ഥാനത്തിനെ കുറിച്ച് പറയാൻ വന്ന ആൾ അവതാരമാണോ പറയുന്നത്? ആവശ്യമാണ്, അതുകൊണ്ടാണ്. മറ്റവതാരങ്ങൾ ഏതൊക്കെയാ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. കടവത്തുകാര് സപ്പോർട്ട് ചെയ്യുന്നില്ല. വാമനൻ, പിന്നെ പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. ഇനി 10ാമത്തെ ആള്. ഇനി കൂടണ്ട, ഇതും കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ചെയ്യേണ്ടി വരും. ലാസ്റ്റ് കൽക്കി. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി അല്ലേ? നമ്മള് മലയാളികൾ എല്ലാവരും മലയാളികളല്ലേ? അതെ. സാറേ, ബാങ്കിൽ അന്യ സംസ്ഥാനക്കാർക്ക് മെമ്പർഷിപ്പ് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അന്യ പഞ്ചായത്തുകാർക്കും ഇല്ല. അതാണ് കറക്റ്റ്. ഓക്കെ. നമ്മൾ മലയാളികള് നമ്മൾ ദേശീയോത്സവം ആഘോഷിക്കാറുണ്ട്. എന്താ നമ്മുടെ ദേശീയോത്സവം ഏതാ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. ഓണം. ഓണം ആഘോഷിക്കുന്നതിന്റെ ഐതിഹ്യം എന്താണ്? അറിയാത്തോണ്ട് ചോദിക്കുന്നതല്ല, അറിഞ്ഞിട്ട് തന്നെ ചോദിക്കുന്നത്. എന്നാലും അഭിപ്രായമാണ്. ഓണം ആഘോഷിക്കുന്നതിന്റെ ഐതിഹ്യം മഹാബലി ചവിട്ടി താഴ്ത്തിയതോ? ചവിട്ടി താഴ്ത്തിയത് ആഘോഷിക്കോ? അല്ല, പിന്നെ മഹാബലി നമ്മളെ കാണാൻ വരുന്നു. മഹാബലി എങ്ങോട്ടാ പോയേ? പാതാളത്തിലേക്ക്. എങ്ങനെ പോയേ? ചവിട്ടി താഴ്ത്തി. ആര്? വാമനൻ. എന്തിന്? 3 അടി മണ്ണിന് അപ്പുറം ഒരു കാരണമുണ്ട്. അത് തന്നെ, അസൂയ അല്ലേ? ദേവന്മാർക്ക് അസൂയ മൂത്തത് കൊണ്ടെന്നാണ് കഥ. ഒരു അസുര ചക്രവർത്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. നീ അസുരനാണെങ്കിൽ നീ ഇങ്ങനെ ഭരിക്കണം. അതല്ല, സദ്ഭരണമായിരുന്നു അത്രേ. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു അത്രേ. അപ്പൊ അതിൽ അസൂയ മൂണ്ടിട്ടാണ് അവരെ പരാതി പറഞ്ഞിട്ട് മഹാവിഷ്ണു വാമന്റെ അവതാരം എടുത്തിട്ട് ഭൂമിയിലേക്ക് വരുന്നതും അവതാരം ഉദ്ദേശിച്ച ലക്ഷ്യം തന്നെ ഇദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തലുമാണ് അല്ലേ? അങ്ങനെ 3 അടി മണ്ണ് ചോദിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് മഹാബലി അവസാനത്തെ ആഗ്രഹം പറഞ്ഞു. എന്ത്? വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ കാണാൻ സമ്മതിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് സമ്മതിച്ചു. അങ്ങനെ വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ വരുന്നതാണ് നമ്മൾ ഓണായിട്ട് ആഘോഷിക്കുന്നത്. ശരി, അത് ശരി തന്നെ. എന്നാ നിങ്ങൾ പറഞ്ഞ പരശുരാമന്റെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സമൂഹത്തിനൊരു അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ സഹകരണ സംഘത്തിന്റെ സപ്പോർട്ട് കൂടി വേണം. ഞാൻ ഒരു പോയിന്റ്, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ആ ഒരു വിഷയം അവിടെ തന്നെ സാറിന് അതിന്റെ മറുപടിയിലേക്ക് ഞാൻ എത്തിക്കാം. വയനാട് ദുരന്തം അടുത്തല്ലേ സംഭവിച്ചത്? ആ സമയത്ത് അവർക്കൊരു കൈത്താങ്ങായിട്ട് നമ്മുടെ സഹകരണ മേഖല വല്ലാതെ ഉണ്ടായല്ലോ. കടവത്തൂരും സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ആളും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സംഭാവന കൊടുക്കുന്നതിനപ്പുറം അവിടെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ ഏരിയയിൽ, ഈ പരിസരത്തുള്ള പല ബാങ്കിന്റെ ആംബുലൻസ് സർവീസോ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക അവിടെ ഓടി എത്തിയിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയാണ്. നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ, നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് സ്കൂൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ സ്കൂളിലെ കുട്ടികൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു കുടിവെള്ള പദ്ധതി ബാങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്യണം. സാമൂഹ്യ പ്രതിബദ്ധതയാണ്. തൊട്ടപ്പുറത്തൊരു ഹെൽത്ത് സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിനൊരു ആംബുലൻസ് സർവീസ് ആവശ്യമാണ്. ഈ ഫണ്ട് നമ്മുടേതാണ്, അംഗങ്ങളുടേതാണ്, അത് കൊടുക്കാൻ പറ്റില്ല എന്ന കൺസെപ്റ്റ് അല്ല വേണ്ടത്. ഒരു ആംബുലൻസ് സർവീസ് നാടിന്റെ വികസനം, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, സാമൂഹ്യ പ്രതിബദ്ധത എന്നതിൽ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ഇറ്റലിയിലാണ് ഈ സഹകരണ പ്രസ്ഥാനം. ഇംഗ്ലണ്ട്, രണ്ടാമത് പറഞ്ഞല്ലോ ഇറ്റലി, ഇംഗ്ലണ്ട്, രണ്ടാമത് ജർമ്മനിയിലാണെന്ന് പറഞ്ഞത്. അപ്പോ ലോകത്തിലും ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളും ഈ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കാൻ വേണ്ടി കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് വരുന്നതാണ് എന്റെ ചോദ്യം. താങ്ക് യു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് അതിലേക്ക് ഡയറക്റ്റ് മറുപടിയിലേക്ക് വരാം. പൂനെയിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ്
ഒരു ടീം വന്നു നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ. നമ്മളുടെ സംഘങ്ങൾ നൽകുന്ന ഗോൾഡ് ലോണിനെ കുറിച്ച് പഠിക്കാനാണ് അവർ വന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, വളരെ ആക്റ്റീവായി ചെയ്യുന്നത്? പഠിച്ചു പോയി. പക്ഷേ അവർക്ക് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അവർക്ക് അത്ര വിജയിപ്പിക്കാൻ അത് പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഗോൾഡ് ലോൺ. അതിന് കാരണം എന്തെന്ന് മനസ്സിലാവുന്നില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളുടെ നാട്ടിൽ അത്ര ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, എന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ഈ കടവത്തൂർ ഏരിയയിൽ ഗോൾഡ് ലോൺ ഞാൻ നോക്കിയ സമയത്ത് കണ്ടത്, ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് കുറച്ചൊരു നല്ല രീതിയിൽ പോകുന്നതാണ്. കാരണം അങ്ങനെ ഉണ്ടാവും. എന്തുകൊണ്ട് സാറിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് വളരെ ആഴത്തിലും പരപ്പിലും പോയിട്ടുള്ളതാണ് സഹകരണ സംഘങ്ങൾ കേരളത്തിലെത്തത്. കൃത്യമായ ചട്ടക്കൂടുകളും നാടിന്റെ പുരോഗതി, സഹകരണത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ഒരു വ്യക്തിന്റെ അല്ല, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ഓരോ ആളും എല്ലാവർക്കും, എല്ലാവരും ഓരോ ആൾക്കും എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് വേണ്ടിയാണ്. ആ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പഠിക്കാൻ ആൾക്കാർ ഇവിടെ വരുന്നത്. അവിടെയൊക്കെ രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും വളർച്ചയുടെ കാര്യത്തില് നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അത് തന്നെയാണ് കാരണം. ഇപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ള ULCC ICL മെമ്പറാണ്. പഠിക്കാൻ വേണ്ടി വിദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കാരണം അങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടാണ്. അതാണ് മെയിനായ കാരണം. ലോണ് പുതുക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് സാർ? വിശദീകരിക്കാമോ? ശരി, ഓക്കെ. തിരിച്ചടക്കാൻ ശേഷിയുണ്ട്, കയ്യിൽ പണവുമുണ്ട്, പക്ഷെ അവനും പുതുക്കി കൊടുക്കുന്ന സിസ്റ്റം ആവുമ്പോൾ ബാങ്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ ഏറാമല ബാങ്കിൽ ഒരു പ്രോഗ്രാം ആയിരുന്നു, ക്ലാസ്സായിരുന്നു. അവിടെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു വാർത്ത വായിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങിയത്. ആ വാർത്ത നിങ്ങൾക്കും പരിചിതമായ വാർത്ത തന്നെയാണ്. എൻ്റെ കയ്യിലുണ്ട് ആ വാർത്ത. ഒന്നുമില്ല, ഞാനത് എടുക്കാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ പറയാം. നാദാപുരം, വാർത്ത വന്ന നാദാപുരം എന്നെഴുതിയിട്ട് അതിന് താഴെയാണ്. ഇരിങ്ങണ്ണൂർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരാളെ തിരിച്ചടക്കാൻ വേണ്ടി പറ്റിയില്ല അയാൾക്ക്. പിന്നെ കോടതി അയാളെ ജയിലടച്ചു. ജയിലടക്കാൻ വേണ്ടി, അല്ലേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മിക്കവാറും. എന്താ കാരണം? തിരിച്ചടക്കാൻ കപ്പാസിറ്റി ഉണ്ട്, എന്നിട്ട് ഇയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അടക്കുന്നില്ല. ഇവിടെ പുതുക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യം, പുതുക്കി കൊടുക്കരുത് എന്നല്ല, പകരം ആ ഒരു സിസ്റ്റത്തിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യം, ബാങ്കിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കിങ് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി, നിക്ഷേപം സ്വീകരിക്കുക, വായ്പ കൊടുക്കുക എന്നാണല്ലോ. ആ അർത്ഥത്തില് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജീവരക്തമാണ് ഡെപ്പോസിറ്റ്, നിക്ഷേപം അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത്. അത് സമയത്ത് വന്നിട്ട് നമ്മളെ ബ്ലഡിലൂടെ, ശരീരത്തിലൂടെ, ബാങ്കാവുന്ന ശരീരത്തിലൂടെ ഒഴുകുമ്പോഴല്ലേ ഒരു എനർജി വരുന്നത്. ഒരാൾ മാത്രം ലോൺ കൊടുത്തു, അയാൾക്ക് മാത്രം പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റവകാശപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടാവും, അവരെയും സേവിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു ശീലം അങ്ങനെ കൊടുത്ത് ഒരു കറവപ്പശു ആക്കി മാറ്റാതിരിക്കാനാണ് അങ്ങനെ ഒരു ശീലം കഴിയുന്നതും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. കഴിയുന്നതും ഞാൻ ഒന്നും കൂടി അണ്ടർലൈൻ ചെയ്യാണ്. തീരെ കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഉള്ളവന് കഴിവെല്ലാം ഉണ്ട്, അവൻ്റെ അടുക്കുന്ന പിടിക്കാൻ വേണം. അവനൊരു കറവപ്പശു, ബാങ്കിലെ ഒരു കറവപ്പശുവിനെ പോലെ കാണാൻ സമ്മതിക്കാതിരിക്കുക. കാരണം നാടിൻ്റെതാണ് സംഘങ്ങൾ, നാട്ടുകാരുടേതാണ്. അതാണ് സാർ ഇതിന്റെ അർത്ഥം. ഇക്കഴിഞ്ഞ സഹകരണ വാരാഘോഷം സർക്കിൾ തല പരിപാടിയിൽ നമ്മുടെ ബാങ്കിൻ്റെ വിവിധ ടീമുകൾ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള ടീം അംഗങ്ങൾക്ക് ബാങ്കിൻ്റെ ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ഉപഹാരമുണ്ട്. അത് ഇവിടെ നമ്മുടെ അഭിലാഷ് സാർ, അതേപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളും കൂടി വിതരണം ചെയ്യും. പേര് വിളിക്കുമ്പോൾ ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ ടീം അംഗങ്ങൾ ഇവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി സഖാവ് അഭിലാഷ് സാറിനെ ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ അഭ്യർത്ഥിക്കുകയാണ്. സാറേ ഇങ്ങോട്ട് ICMലെ ഫാക്കൽറ്റി ശ്രീ അഭിലാഷ് സാർ കൊടുക്കും. ഈ മത്സരത്തിൽ 2 ബാങ്ക് ജീവനക്കാർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി രണ്ടാമത് രജീഷ് KK. അടുത്തത്
മനീഷിന് സമ്മാനം കൊടുക്കുന്നത് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഖലീൽ അഹമ്മദ്. ഷിനോജിന് കൂടെ ഖലീൽ അഹമ്മദ് സമ്മാനം വിതരണം ചെയ്യും. അടുത്തത് രാജേഷ് ടിക്ക് ഡയറക്ടർ ഇ കെ പവിയേട്ടൻ. അടുത്തത് രജീഷിന് സമ്മാനം മനോജ് കുമാർ വിതരണം ചെയ്യും. സഞ്ജയ് മോഹൻ, സുരേന്ദ്ര മാസ്റ്റർ, അശ്വിൻ കുമാറിന് പുഷ്പവലി ടീച്ചർ, വജീഷിന് ജാനകി ചേച്ചി സമ്മതം. വജീഷ്. അടുത്തത് കൈകൊട്ടിക്കളി തിരുവാതിര. 2 ടീമിലും ഒരേ ആളുകൾ തന്നെയാണ് പങ്കെടുത്തിട്ടുള്ളത്. സ്വാതി കല്ലിക്കണ്ടി ലാബിലെ ജീവനക്കാരിയാണ്. ഡയറക്ടർ സുമചേച്ചി സ്വാതിക്ക് സമ്മാനം കൊടുക്കും. അടുത്ത സുമിത്രക്ക് പ്രസിഡന്റ് കൊടുക്കും. ദൃശ്യ വന്നിട്ടില്ല. രമ്യക്ക് പവേലൻ കൊടുക്കും. അടുത്ത റീജ കൊടുക്കും. അടുത്തത് ചിത്രക്ക് പ്രസിഡന്റ്, ബാങ്ക് പ്രസിഡന്റ് ഇത് കൊടുക്കും. അടുത്തത് ഈ ടീമിനെ പരിശീലിപ്പിച്ച നമ്മുടെ ബാങ്ക് സ്റ്റാഫ് സമ്മാനം കൊടുക്കും. ഓക്കെ, എല്ലാ വിജയികൾക്കും ബാങ്കിന്റെ അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഭിലാഷ് സാറിന് ബാങ്കിന്റെയും ജീവനക്കാരുടെയും മാന്യ മെമ്പർമാരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്ത മാന്യ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ബാങ്കിന്റെ പേരിൽ ജീവനക്കാരുടെ പേരിലും ഡയറക്ടർ ബോർഡിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ വെച്ച് കലാപരിപാടികളിലും മറ്റു പരിപാടികളിലും പങ്കെടുത്ത ബാങ്കിന്റെ അഭിമാന താരങ്ങൾക്കും ഡയറക്ടർ ബോർഡിന്റെയും ബാങ്കിന്റെയും മെമ്പർമാരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചർച്ചയും ഇതിന് ശേഷം ഉണ്ടാകും. അതിനുശേഷമാണ് നമ്മുടെ ഉപഹാര വിതരണം ഉണ്ടാവുക. മെമ്പർമാർക്കുള്ള ഉപഹാരം അതിനുശേഷമായിരിക്കും വിതരണം ചെയ്യുന്നത്. ബോഡിയിലേക്ക് വേണ്ടി എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. ബാങ്കിന്റെ 2023-24 വർഷത്തെ ജനറൽ ബോഡി യോഗമാണ് ഇവിടെ ചേരുന്നത്. ജനറൽ ബോഡി യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മെമ്പർമാരെ ആദരപൂർവ്വം ഈ ജനറൽ ബോഡിയിലേക്ക് സ്വാഗതം ചെയ്യുക. ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ പ്രസിഡന്റിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
നമ്മുടെ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ബാങ്കിൻ്റെ ഭരണസമിതിക്ക് വേണ്ടി ആർദ്രവുമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ വാർഷിക പൊതുയോഗത്തിൻ്റെ അജണ്ട ഈ വാർഷിക പൊതുയോഗത്തിൻ്റെ മുന്നാകെ വെക്കുകയാണ്. ആ അജണ്ട നമ്മൾ അംഗീകരിച്ചു പോകേണ്ടതുണ്ട്. തുടർന്ന് നമുക്ക് യോഗ നടപടികൾ നീക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ അജണ്ട സെക്രട്ടറിയുടെ സ്വാഗതം, അധ്യക്ഷൻ്റെ ആമുഖ ഭാഷണം, 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, 2025-26 വർഷത്തെ കരട് ബജറ്റ് അംഗീകരിക്കൽ, 2023-24 വർഷത്തെ സപ്ലിമെന്ററി ബജറ്റ് അംഗീകരിക്കൽ, 2023-24 വർഷത്തെ വരവ് ചെലവ് അംഗീകരിക്കൽ, 2023-24 വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വായിച്ച് അംഗീകരിക്കൽ, 23-24 വർഷത്തെ ഓഡിറ്റ് ന്യൂനതകളും പരിഹരണവും, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്യൽ, നീതി മെഡിക്കൽ സ്റ്റോറിലെ ഉപയോഗശൂന്യമായ മരുന്നുകൾ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്യൽ, പ്രത്യേക കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വായ്പാ പലിശയിൽ ഇളവ് അനുവദിച്ചത് അംഗീകരിക്കൽ, ബൈലോ ഭേദഗതികൾ, ചോദ്യങ്ങളും പ്രമേയങ്ങളും, അധ്യക്ഷൻ അനുവദിക്കുന്ന മറ്റു കാര്യങ്ങൾ, കൃതജ്ഞത. ഇത്രയാണ് നമ്മുടെ അജണ്ട. അപ്പോൾ ഈ അജണ്ട നിങ്ങളൊന്ന് അംഗീകരിച്ചാൽ നടപടികൾ നമുക്ക് നീക്കാം. അപ്പോൾ നമ്മുടെ കാര്യപരിപാടിയായി ബന്ധപ്പെട്ട് സ്വാഗതം എന്നുള്ളത് സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത അജണ്ട അധ്യക്ഷൻ്റെ ആമുഖ ഭാഷണം എന്നുള്ളത് ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദീർഘകാലമായി കടവത്തൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണ ജനങ്ങൾക്ക് ഒട്ടേറെ സഹായങ്ങൾ വിവിധ തലങ്ങളിൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണ് നമ്മുടെ കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ കൂത്തുപറമ്പ് സർക്കിളിൽ മികച്ച ബാങ്കുകളുടെ കൂട്ടത്തിൽ നമ്മളുടെ ബാങ്കും ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഏകദേശം 10-73 വർഷക്കാലം ഈ മേഖലയിൽ ഈ ബാങ്ക് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 1951 നവംബർ 20-നാണ് ഈ ബാങ്ക് ഐക്യനാണയ സംഘമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1952 ഫെബ്രുവരി മാസം മുതൽ ഇത് ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച് തുടർന്നിങ്ങോട്ട് പടിപടിയായി ബാങ്കിൽ അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ഇതുവരെ നമ്മുടെ ബാങ്ക് ഉയർന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഈ ബാങ്കിനെ സ്പെഷ്യൽ ഗ്രേഡ് എന്നുള്ളത് സൂപ്പർ ഗ്രേഡിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെ ആ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ബാങ്കിൻ്റെ ഉടമസ്ഥരായ എ ക്ലാസ് മെമ്പർമാരുടെ കാര്യമായ ഇടപെടലുകളും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ രീതിയിലേക്ക് ഈ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ബാങ്കിന്റെ മുന്നിൽ ഒട്ടേറെ വികസന കാഴ്ചപ്പാടുകളും ഇപ്പോൾ മുന്നിലുണ്ട്. നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ബാങ്കിംഗ് മേഖലയിൽ നിന്ന് മാറി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റ് തലങ്ങളിൽ കൂടി ബാങ്കിന്റെ പ്രവർത്തനം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലാബ്, അതേപോലെ മെഡിക്കൽ സ്റ്റോറുകൾ കല്ലിക്കണ്ടിയിലും കടവത്തൂരായാലും പ്രവർത്തനം ആരംഭിച്ച് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞത്. പലതരത്തിലുള്ള ഇളവുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ലാബായാലും അതേപോലെ മെഡിക്കൽ ഷോപ്പായാലും നമ്മൾ പ്രവർത്തിപ്പിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കടവത്തൂര്
ഒരു ഇ സേവന കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ല അതിൻ്റെ ടെൻഡർ അടക്കം വിളിച്ച് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. സമീപ കാലയളവിൽ തന്നെ ആ ഈ സേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നമുക്ക് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആലോചിച്ച കാര്യങ്ങൾ നീക്കേണ്ട ഒരുപാട് മേഖലകൾ ഇനിയുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട പുതിയൊരു ബ്രാഞ്ച് ചട്ടക്കണി തുടങ്ങുന്ന കാര്യം, അതോടൊപ്പം തന്നെ നിലവിലുള്ള ഹെഡ് ഓഫീസ് കെട്ടിടത്തിൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ വിപുലീകരണം അടക്കം നമുക്ക് ഭാവിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് പോകാൻ കഴിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിൽ കാർഷിക മേഖലയിൽ കാര്യമായ ഇടപെടലുകൾ നമുക്ക് നടത്താൻ ഇതുവരെ കഴിഞ്ഞു എന്ന് പറയാനില്ല. തീരെ ഇടപെട്ടില്ല എന്നുള്ള അഭിപ്രായത്തിലല്ല പറയുന്നത്. നേരത്തെ കടവത്തൂർ മേഖലയിൽ കാർഷിക രംഗത്ത് ബാങ്കിൻ്റെ സഹകരണത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയും ആ മേഖലകളിൽ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടി സംഘടിപ്പിച്ചു പോകാൻ കഴിയേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു വരുന്നുണ്ട്. സ്വാശ്രയ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് സഹായകമായ നിലയിൽ ഒട്ടേറെ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് അടക്കം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ച് പോകാൻ കഴിയുന്നുണ്ട്. സഹകരണ മേഖല ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട ഒരു കാലഘട്ടം ആണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ചില പുഴുക്കുത്തുകളുടെ ഭാഗമായിട്ട് സഹകരണ പ്രസ്ഥാനത്തിന് വലിയ നിലക്ക് ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഇടയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരം ഘട്ടങ്ങളൊക്കെ നമ്മുടെ കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ബാങ്ക് കഴിഞ്ഞ ഒരു വർഷം നിക്ഷേപം സമാഹരിക്കുന്ന കാര്യത്തിൽ നല്ല നിലയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വായ്പകളും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. നിലവിൽ നമ്മുടെ ബാങ്ക് ഏകദേശം 65 കോടി രൂപയോളം ഡെപ്പോസിറ്റ് ഉള്ള ഒരു ബാങ്കാണ്. അതേപോലെ തന്നെ 60 കോടിയോളം രൂപ വായ്പ കൊടുത്തിട്ടുള്ള ഒരു ബാങ്കാണ്. നേരത്തെ നമ്മുടെ അഭിലാഷ് സാറ് പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന നിക്ഷേപം അത് വായ്പയായി നമ്മൾ മറ്റുള്ള ആൾക്ക് സഹായം എന്ന കൊടുത്തു വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു വരുന്ന ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വായ്പയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ തിരിച്ചടവ് കൃത്യമായി വന്നില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മാന്യ മെമ്പർമാരുടെ ശ്രദ്ധയിൽ പതിയണം. ആ തിരിച്ചടവ് കൃത്യമായ നിലയിൽ വരാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ പലപ്പോഴും തിരിച്ചടവുകൾ വരാതിരിക്കുമ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ ആ നിയമ നടപടിയുടെ ഭാഗമായിട്ട് പോലീസിനടക്കം കൂട്ടിയിട്ട് പോകുമ്പോൾ മെമ്പർമാരുടെ പേരിൽ തന്നെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമായി വരുന്നുണ്ട് പലപ്പോഴും. അപ്പം അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വായ്പ എടുക്കുന്ന ആൾക്കാർ പരമാവധി വായ്പ തിരിച്ചടക്കുന്ന കാര്യത്തിലും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഈ ബാങ്കിനെ സഹായിക്കണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ നേരത്തെ നമ്മളെടുത്തൊരു തീരുമാനമാണ് ബാങ്കിൻ്റെ ആ ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നിലവിലെ വളരെ മുൻപേ എടുത്ത ഷെയറുകൾ അടക്കം ഇപ്പം അടുത്ത കാലത്തുള്ള ഷെയർ വരെ പരിശോധിച്ച് നോക്കിയാൽ നാമമാത്ര ഷെയറുകളുണ്ട്. അതിന് പക്ഷേ നമ്മൾ തീരുമാനിച്ചത് പ്രകാരമുള്ള ഷെയറുകളുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് കഴിഞ്ഞ പൊതുയോഗത്തിന് എടുത്ത തീരുമാനപ്രകാരം ഷെയർ സംഖ്യ മിനിമം 500 രൂപ എന്നുള്ളത് ആ 500 രൂപയിലേക്ക് എത്താത്ത മെമ്പർമാരുടെ മെമ്പർഷിപ്പ് ഉണ്ട്. അത്തരം ആൾക്കാരെ കണ്ടെത്തി അവരുടെ ഷെയർ സംഖ്യ 500ലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഷെയർ സംഖ്യ 500 എത്താത്തവരെ
അത് 500-ലെത്തിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് പറയാനുള്ളത്. അത് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ബാങ്കിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായകമാവും. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ഇത്തരം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നിങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ബാങ്കിൻ്റെ സെക്രട്ടറിയോട് അഭ്യർത്ഥിക്കാം. ജനറൽ ബോഡി കഴിഞ്ഞാൽ ബാങ്ക് നമ്മുടെ സഹകാരികൾക്ക് മെമ്പർമാർക്ക് കൊടുക്കുന്ന ഉപഹാരം ഉൾപ്പെടെയുണ്ട്. ജനറൽ ബോഡി കഴിഞ്ഞ ഉടനെ തന്നെ ഉപഹാരം വാങ്ങിച്ച് വേണം എല്ലാവരും തിരിച്ചു പോകാൻ എന്നുകൂടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബാങ്കിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് 2023-24. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബഹുമാന്യരായ ഓഹരി ഉടമകളെ സഹകാരികൾ, ബാങ്കിൻ്റെ 23-24 വർഷത്തെ വാർഷിക പൊതുയോഗത്തിൽ എത്തിച്ചാണ് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാങ്കിൻ്റെ 23-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, 25-26 വർഷത്തെ കരട് ബഡ്ജറ്റ്, 23-24 വർഷത്തെ സപ്ലിമെന്ററി ബഡ്ജറ്റ്, 23-24 വർഷത്തെ വരവ് ചെലവ് കണക്ക്, നീതി മെഡിക്കൽ സ്റ്റോറിലെ ഉപയോഗശൂന്യമായ മരുന്നുകൾ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്യൽ, പ്രത്യേക കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ നടപ്പാക്കൽ പദ്ധതി പ്രകാരം പലിശയിൽ ഇളവനുവദിച്ചത് അംഗീകരിക്കൽ, 23-24 വർഷത്തെ ഓഡിറ്റ് ന്യൂനതകളും പരിഹരണവും, ഓഡിറ്റ് റിപ്പോർട്ട് 23-24 വായിച്ചംഗീകരിക്കൽ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്യൽ, നീതി മെഡിക്കൽ സ്റ്റോറിലെ ഉപയോഗശൂന്യമായ മരുന്നുകൾ സ്റ്റോക്കിൽ നിന്ന് നീക്കം ചെയ്യൽ, പ്രത്യേക കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വായ്പാ പലിശയിൽ ഇളവ് അനുവദിച്ചത് അംഗീകരിക്കൽ, ബൈലോ ഭേദഗതികൾ എന്നിവ ജനറൽ ബോഡിയുടെ പരിഗണനക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുകയാണ്. അംഗങ്ങളുടെ ഓഹരി മൂലധനം 23-24 വർഷം 4830 എ ക്ലാസ് അംഗങ്ങളും ABCD ക്ലാസുകളിലായി 26,847 അംഗങ്ങളുമാണ് ഉള്ളത്. ഇത് മുൻവർഷത്തേക്കാൾ 447 എണ്ണം കൂടുതലാണ്. ആകെ ഓഹരി മൂലധനം 21,32,000 അതിൽ ഗവൺമെന്റ് ഓഹരി 1.52 ലക്ഷമാണ്. എ ക്ലാസ് അംഗങ്ങളുടെ എണ്ണവും ഓഹരിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രവർത്തന മൂലധനം 2023-24 വർഷം 72.03 കോടി രൂപയാണ് പ്രവർത്തന മൂലധനം. തൻവർഷം 4.31 കോടി രൂപയുടെ വർധനവുണ്ട്. നിക്ഷേപം 23-24 വർഷം സ്ഥിരം സേവിങ്സ്, ധനനിക്ഷേപം, റെക്കറിംഗ്, അക്ഷയനിധി, ഹോം സേഫ്, ഗ്രൂപ്പ് നിക്ഷേപം, ത്രിഫ്റ്റ്, കറന്റ് നിക്ഷേപ ഇനങ്ങളിലായി 64.89 കോടി നിക്ഷേപം ബാക്കി നിൽക്കുന്നു. ഇതിൽ മുൻവർഷത്തേക്കാൾ 4.75 കോടി രൂപയുടെ വർധനവാണ്. സഹകരണ മേഖലക്കെതിരെ കടുത്ത പ്രചരണങ്ങൾ നടക്കുന്ന ഘട്ടത്തിലും ബാങ്കിൽ വിശ്വാസം അർപ്പിച്ച് നിക്ഷേപ വർധനവുണ്ടാക്കാൻ സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നിക്ഷേപകരെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. കേരള ബാങ്ക് വായ്പ ആണ്ടവസാനം ബാക്കി നിൽപ്പ് 5.90 കോടിയാണ്. സർക്കാർ വായ്പ തൻവർഷം 5 ലക്ഷം രൂപയാണ്. മെമ്പർമാരുടെ വായ്പ, കാർഷിക വായ്പ 45.95 ലക്ഷം, കാർഷികേതര വായ്പ 2.10 കോടി, വസ്തുപണയ വായ്പ 35.90 ലക്ഷം, സ്വർണ്ണപ്പണയ വായ്പ 53.08 കോടി, നിക്ഷേപ വായ്പ 31.73 ലക്ഷം, പെൻഷൻ കൺസോർഷ്യം വായ്പ 1.90 കോടി, കുടുംബശ്രീ ലിങ്കേജ് വായ്പ 2.25 കോടി. ആകെ 60.48 കോടി വായ്പാ ബാക്കി നിൽപ്പാണ് ആണ്ടവസാനമുള്ളത്. തൻവർഷം വായ്പാ വിതരണത്തിൽ 21.24 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. തൻവർഷം നൽകിയ മൊത്തം വായ്പ 141.31 കോടിയാണ്. മെമ്പർ ജാമ്യത്തിലുള്ള വ്യക്തിഗത വായ്പകൾ, സ്വത്ത് പണയം, സ്വർണ്ണപ്പണയം എന്നീ വായ്പകളും പലിശ സബ്സിഡിയുള്ള കിസാൻ ക്യാഷ് ക്രെഡിറ്റ് കാർഷിക വായ്പയും കുടുംബശ്രീ ലിങ്കേജ് വായ്പയും വിതരണം ചെയ്ത വായ്പകളിൽ പെടുന്നു. ബാങ്കിന്റെ മറ്റ് ഉപസ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ കൺസ്യൂമർ സ്റ്റോർ കടവത്തൂരിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റോർ നാട്ടുകാർക്ക് നല്ല ആശ്വാസമായിരുന്നു. നിലവിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. എന്നിരുന്നാലും ഓണം റംസാൻ കാലങ്ങളിൽ സർക്കാർ സബ്സിഡിയുള്ള സാധനങ്ങൾ വിൽപ്പന നടത്താറുണ്ട്. ഇത് ഉത്സവകാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് വളരെ സഹായകരമാകുന്നു. ആഗസ്റ്റ് മാസത്തെ ഓണച്ചന്ത 25/8/23 മുതൽ 28/8/23 വരെ കൺസ്യൂമർ സ്റ്റോറിലാണ് നടന്നത്. ആകെ 3.40 ലക്ഷം വിറ്റുവരവുണ്ടായി. സഹകരണ മെഡിക്കൽ ലാബ് കടവത്തൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ലാബ് പൊതുജനങ്ങൾക്കേറെ ഉപയോഗപ്രദമായ സേവനം നൽകുന്നു. പ്രതിമാസം 1.30 ലക്ഷം രൂപയുടെ മെഡിക്കൽ പരിശോധന നടത്തുന്നു. പരിശോധന നിരക്കിൽ 30% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും 15 പേർക്ക് വീതം സൗജന്യമായി ഷുഗർ, പ്രഷർ പരിശോധന നടത്തുന്നുണ്ട്. നിലവിലെ പ്രവർത്തന സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്.
നീതി മെഡിക്കൽ സ്റ്റോർ കടവത്തൂർ പ്രതിമാസം ശരാശരി 9 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നടക്കുന്നുണ്ട്. മരുന്നുകൾ 10% മുതൽ 30% വരെ വിലക്കുറവിൽ നൽകുന്നു. രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഈ സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ ഒരു ഫാർമസിസ്റ്റും സെയിൽസ് സ്റ്റാഫും ജോലി ചെയ്യുന്നു. നിലവിലെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. നീതി മെഡിക്കൽ സ്റ്റോർ കലികണ്ടി 1/5/22 പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രതിമാസം ശരാശരി 2.5 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നടക്കുന്നു. വിറ്റുവരവും ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഫാർമസിസ്റ്റും സെയിൽസ് സ്റ്റാഫും ജോലി ചെയ്യുന്നു. ബാങ്ക് ജീവനക്കാരനായ ഒരാളും പാർട്ട് ടൈമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിലവിലെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ രാത്രി 9:30 മണി വരെയാണ്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഹോം ഡെലിവറി ആയിട്ട് മരുന്നുകൾ വീടുകളിൽ എത്തിക്കുന്ന പ്രവർത്തനവും കല്ലിക്കണ്ടി നീതി മെഡിക്കൽ സ്റ്റോറിൽ നടക്കുന്നുണ്ട്. നീതി മെഡിക്കൽ ലാബ് കല്ലിക്കണ്ടി 16/8/22 പ്രവർത്തനം ആരംഭിച്ചു. പ്രതിമാസം 1.15 ലക്ഷം രൂപയുടെ മെഡിക്കൽ പരിശോധന നടത്തുന്നു. പൊതുജനങ്ങൾക്ക് വളരെ സഹായകരമാണ്. ഒരു ലാബ് ടെക്നീഷ്യൻ, ഒരു ലാബ് അസിസ്റ്റന്റ് എന്നീ ജീവനക്കാർ ഇവിടെ ജോലി ചെയ്തു വരുന്നു. നിലവിലെ പ്രവർത്തന സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ആംബുലൻസ് സർവീസ് 24 മണിക്കൂറും സേവനം നൽകുന്ന ആംബുലൻസ് കുറഞ്ഞ നിരക്കിലാണ് സർവീസ് നടത്തുന്നത്. ഇത് പിന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ സഹായം ചെയ്യുന്നുണ്ട്. മാമ്പ പ്ലസ് ആപ്ലിക്കേഷൻ നൂതന ബാങ്കിംഗ് ഇടപാടുകളുടെ കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള ദേശസാൽകൃത ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും അവരുടെ ഇടപാടുകാർക്ക് ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ അവസരം നൽകുന്നുണ്ട്. മറ്റു ബാങ്കുകൾ നൽകുന്ന ഈ അവസരം നമ്മുടെ ഇടപാടുകാർക്ക് ലഭിക്കാൻ വേണ്ടി 7/8/23 മുതൽ മാമ്പ പ്ലസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പിലാക്കി. മാമ്പ പ്ലസ് വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ, മൊബൈൽ റീചാർജ്, വൈദ്യുതി ബിൽ അടക്കൽ തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേർ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ബാങ്കിന്റെ AP കുഞ്ഞിക്കണ്ണൻ എൻഡോമെന്റ് വിതരണം SSLC+2 ഉന്നത വിജയികൾക്ക് ബാങ്ക് നൽകി വരുന്ന AP കുഞ്ഞിക്കണ്ണൻ എൻഡോമെന്റ് ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് ACP വിനോദ് കുമാർ വിതരണം ചെയ്തു. 30 വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സഹകാരികളും ഉൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ട്. ലിങ്കേജ് വായ്പ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ നിരവധി കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും നമ്മുടെ ബാങ്കുമായിട്ട് നല്ല നിലയിൽ ഇടപാട് നടത്തി വരുന്ന കുടുംബശ്രീകളാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സാമ്പത്തികമായ സഹായമായി ബാങ്ക് വായ്പ നൽകി വരുന്നുണ്ട്. നിലവിൽ 95 കുടുംബശ്രീകൾ ലിങ്കേജ് വായ്പ എടുത്തിട്ടുണ്ട്. അതിലെ ഒരു കുടുംബശ്രീയുടെ വായ്പ മാത്രമാണ് അല്പം പ്രയാസമായിട്ട് തിരിച്ചടക്കാത്തൊരു സ്ഥിതിയുള്ളത്. ബാക്കി കുടുംബശ്രീകളൊക്കെ ലിങ്കേജ് വായ്പ വളരെ കൃത്യമായിട്ട് തിരിച്ചടക്കുന്ന നിലയുണ്ട്. നവകേരള കുടിശ്ശിക നിവാരണം ഈ വർഷത്തെ നവകേരളം കുടിശ്ശിക നിവാരണ പദ്ധതി 1/3/24 മുതൽ 31/3/24 വരെ നടത്തപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ട് 15 ലോണുകൾക്ക് 27,565 രൂപ ഇളവ് കൊടുക്കുകയുണ്ടായി. ബാങ്കിൽ 2/1/90 മുതൽ 31/3/24 വരെ സേവനമനുഷ്ഠിച്ച ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ M. ചന്ദ്രൻ 31/3/24 സർവീസിൽ നിന്ന് വിരമിച്ചു. ICM ഫാക്കൽറ്റി ബാബു സാറിന്റെ ക്ലാസ് സഹകരണ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളും അതിന്റെ ആവശ്യകതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ പരിപാടി ശ്രദ്ധേയമായിരുന്നു. 34 വർഷത്തെ സർവീസിന് ശേഷം വിരമിച്ച മുൻ സെക്രട്ടറി ശ്രീ M. ചന്ദ്രന് വിപുലമായ യാത്രയെ നൽകുകയുണ്ടായി. 600-ൽ പരം ആളുകൾ പങ്കെടുത്ത കസ്റ്റമർ മീറ്റ്, ഇഫ്താർ മീറ്റ് ഇതോടനുബന്ധിച്ച് നടന്നു. യാത്രയെ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി ശ്രീ P. ജയരാജൻ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പങ്കെടുത്തു. വിരമിച്ച സെക്രട്ടറി ശ്രീ M. ചന്ദ്രന് അദ്ദേഹം ബാങ്കിന്റെ ഉപഹാരം നൽകി. നിക്ഷേപ സമാഹരണ യജ്ഞം കേരള സഹകരണ വകുപ്പിന്റെ 44ാമത് നിക്ഷേപ സമാഹരണ യജ്ഞം 2024 ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെയാണ് നടന്നത്. ഈ ക്യാമ്പയിനിൽ നമ്മുടെ ബാങ്ക് 4.71 കോടി രൂപ നിക്ഷേപം അധികമായിട്ട് സമാഹരിച്ചു. നമ്മുടെ ബാങ്ക് കൂത്തുപറമ്പ് സർക്കിളിൽ നിക്ഷേപ സമാഹരണത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ബാങ്ക് ജീവനക്കാർക്ക് ക്വാട്ട നൽകിയിരുന്നു. ക്വാട്ട പൂർത്തീകരിച്ച ജീവനക്കാരായ ചന്ദ്രൻ, സുരേഷ്, സിജിൻ, നസീല, സുമിത്ര എന്നിവരെ സെക്രട്ടറി ശ്രീ M. ചന്ദ്രന്റെ യാത്രയപ്പ് പരിപാടിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. മെമ്പർ റിലീഫ് ഫണ്ട് മാരകരോഗം ബാധിച്ച സ്വകാര്യർക്കുള്ള മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ബാങ്കിലെ A4149 പ്രസീത M. മേക്കാലയിൽ A1296 നാണിയാക്കളങ്ങാട്ട് A1858 നാണു, രാമന്റെ കടവത്ത് എന്നിവരുടെ അവകാശികൾക്ക് ധനസഹായം നൽകി. ജീവനക്കാർ 2023-24 വർഷം 27 സ്ഥിരം ജീവനക്കാരും കമ്മീഷൻ വ്യവസ്ഥയിൽ 11 ജീവനക്കാരും പ്രവർത്തിക്കുന്നു. 2 മെഡിക്കൽ സ്റ്റോറിൽ മൊത്ത ശമ്പളത്തിൽ 2 ഫാർമസിസ്റ്റും 2 സെയിൽസ് സ്റ്റാഫും, ബാങ്കിൽ 2 വാച്ച്മാൻമാരും 2 സ്വീപ്പർമാരും ഉണ്ട്. മെഡിക്കൽ ലാബിൽ മൊത്ത ശമ്പളത്തിൽ 5 ജീവനക്കാർ ജോലി ചെയ്യുന്നു. സെക്രട്ടറി ശ്രീ M. ചന്ദ്രൻ 31/3/24 സർവീസിൽ നിന്ന് വിരമിച്ചു. ഭരണസമിതി നിലവിലുള്ള ഭരണസമിതി പ്രസിഡന്റ് മനോമോഹനൻ MM-ഉം വൈസ് പ്രസിഡന്റ് ഖലീൽ അഹമ്മദും ഉൾപ്പെടുന്ന ഭരണസമിതി 15/10/23 ചുമതലയേറ്റത്. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി 15/10/2028 അവസാനിക്കും.
ഭരണസമിതി അംഗങ്ങൾ മനോമോഹനനൊപ്പം പ്രസിഡന്റ്, ഖലീൽ അഹമ്മദ് വൈസ് പ്രസിഡന്റ്, മൂസ സി കെ, ജാനകി സി കെ, മനോജ് കുമാർ, പവിത്രൻ ഇ കെ, സുരേന്ദ്രൻ സി കെ, സുമജ, സുധീർ, പുഷ്പവല്ലി, മോഹനൻ എം കെ. 27-12-23 ബാങ്ക് ഹെഡ് ഓഫീസിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ 324 മെമ്പർമാർ പങ്കെടുക്കേണ്ടത്. പുതിയ ജീവനക്കാരുടെ നിയമനം 5-10-2023 രമ്യ കെയും 9-10-2023 നിജീഷ് വി കെയും പ്യൂൺ തസ്തികയിലും. കേരള സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡിന്റെ നിയമന ശുപാർശ പ്രകാരം 1-2-24 മുതൽ മനീഷ് സി പി, അശ്വിൻ കുമാർ പി പി, നവിത സി എന്നിവരെ ജൂനിയർ ക്ലർക്ക് തസ്തികയിലും നിയമിച്ചു. ഉപസംഹാരം 20-11-1951 ഐക്യ നാണയ സംഘമായി രജിസ്റ്റർ ചെയ്ത് 20-2-1952 മുതൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണൂർ ജില്ലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനമാണ് കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. വജ്ര ജൂബിലി പിന്നിട്ട് നമ്മൾ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് അടുക്കുകയാണ്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത്, തൃപ്പങ്ങോട്ടൂർ, കടവത്തൂർ ദേശങ്ങൾ ബാങ്ക് പ്രവർത്തന പരിധിയാണ്. സംഘത്തിന്റെ ആസ്ഥാനം കടവത്തൂർ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് തൻവർഷം നിസ്സാരമായിട്ട് 2.36 ലക്ഷം രൂപ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചത്. കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ RTGS നെഫ്റ്റ് സംവിധാനങ്ങളുണ്ട്. ബാങ്കിന്റെ 3 ശാഖകളിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി CCTV ക്യാമറയും രാത്രികാവലിന് നൈറ്റ് വാച്ച്മാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സുരക്ഷയ്ക്ക് ആന്റിവൈറസ്, ഫയർവാൾ, ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനവും നിലവിലുണ്ട്. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് പുറമെ അനുബന്ധ സ്ഥാപനങ്ങളുടെ മെഡിക്കൽ സേവനവും പ്രധാനമാണ്. ഇതിനു പുറമെ കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലും നമ്മുടെ ബാങ്ക് സുത്യർഹമായിട്ടുള്ള സേവനം ചെയ്തു വരുന്നു. 9 ഏജന്റുമാർ 1000-ഓളം പെൻഷൻകാർക്ക് പെൻഷൻ വിതരണം ചെയ്തു വരുന്നു. ജില്ലയിൽ 2ാം സ്ഥാനത്തും കൂത്തുപറമ്പ് സർക്കിളിൽ ഏറ്റവും ആദ്യവും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നത് നമ്മുടെ ബാങ്കാണ്. ഇത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പെൻഷൻ എത്രയും വേഗം ഉപഭോക്താക്കളിൽ എത്തിക്കാൻ സുത്യർഹമായിട്ടുള്ള സേവനമാണ് നമ്മുടെ പെൻഷൻ ഏജന്റുമാർ നിർവഹിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള കൺസോർഷ്യത്തിലേക്ക് 1.9 കോടി രൂപയുടെ നിക്ഷേപവും ബാങ്ക് നൽകിയിട്ടുണ്ട്. ബാങ്ക് ഇടപാടുകൾ മൊബൈൽ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന മാമ്പ പ്ലസ് ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. മാമ്പ പ്ലസ് ഉപയോഗപ്പെടുത്തി ഫണ്ട് ട്രാൻസ്ഫർ, ഫോൺ റീചാർജ്, ബിൽ പേയ്മെന്റ് തുടങ്ങിയവ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 2023-24 വർഷത്തെ നമ്മുടെ ബാങ്ക് നാമമാത്ര നഷ്ടത്തിലാണ് പ്രവർത്തിച്ചത്. വരവ് ചെലവ് അന്തരം കുറഞ്ഞതും സാങ്കേതികമായ ഓഡിറ്റ് കരുതലുമാണ് ഇതിന് കാരണം. ബാങ്കിന്റെ സാമ്പത്തിക സുരക്ഷ ഭദ്രമാണെന്ന് ഓഡിറ്റ് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹകരണം ലോകവ്യാപിയായ പരസ്പര സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ഉദാത്ത മാതൃകയാണ്. എല്ലാവരും ഓരോരുത്തർക്കും എന്ന ആശയം അത് മുന്നോട്ട് വെക്കുന്നു. ആ ലക്ഷ്യം മുൻനിർത്തി ബാങ്കിന്റെ വളർച്ചയ്ക്ക് സഹായിച്ച ഓഹരി ഉടമകൾ, നിക്ഷേപകർ, മറ്റ് ഇടപാടുകാർ, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ സഹകരണ വകുപ്പ്, കേരള ബാങ്ക് എന്നിവരോടും ബാങ്ക് ജീവനക്കാരോടും കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. സഹകരണത്തിന്റെ അതിരുകളില്ലാത്ത ലോകത്ത് ഇനിയും നമുക്ക് മുന്നേറാനേറെയുണ്ട്. അതിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മാന്യ മെമ്പർമാരുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണ്. 2025-26 വർഷത്തെ കരട് ബഡ്ജറ്റാണ്. കരട് ബഡ്ജറ്റ് 20,46,000 രൂപയുടെ ഒരു മിച്ച ബഡ്ജറ്റായിട്ടാണ് അവതരിപ്പിക്കാനുള്ളത്. അത് ഈ പൊതുയോഗത്തിന് മുമ്പാകെ വെക്കുകയാണ്. അംഗീകരിക്കുമെങ്കിലും അടുത്ത അജണ്ടയിലെ 2023-24 വർഷത്തെ സപ്ലിമെന്ററി ബഡ്ജറ്റാണ്. സപ്ലിമെന്ററി ബഡ്ജറ്റില് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ അധികരിച്ച് ചെലവ് ചെയ്ത് AMC എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ AMC ഇനത്തിൽ 23-24 വർഷത്തെ ബഡ്ജറ്റിൽ 2.5 ലക്ഷം രൂപ വകയിരുത്തിയതിൽ 2,87,204 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 37,204 രൂപ അധികം ചെലവഴിച്ചു. ഫെസ്റ്റിവൽ അലവൻസ് 50,000 വകയിരുത്തിയതിൽ 55,000 ചെലവഴിച്ചു. 5,000 രൂപയുടെ അധിക ചെലവ് വന്നിട്ടുണ്ട്. പരസ്യമിനത്തിൽ 3 ലക്ഷം വകയിരുത്തിയതിൽ 3,01,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ വർധനവാണ് വന്നിട്ടുള്ളത്. സപ്ലിമെന്ററി ബഡ്ജറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഈ പൊതുയോഗത്തിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കുക. പിന്നെയുള്ളത് അജണ്ടയില് ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ നീതി മെഡിക്കൽ സ്റ്റോറിലെ മരുന്നുകൾ. ഈ സ്ഥാപനങ്ങളുടെ നീതി മെഡിക്കൽ സ്റ്റോറിലെ ഉപയോഗശൂന്യമായ മരുന്നുകൾ എന്ന് പറയുന്നത് അത് ഈ കട്ട് സ്ട്രിപ്പ് ഇതുപോലെയൊക്കെ വരുന്ന ഇതാണ്. അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ 19,487 രൂപ 11 പൈസയുടെ മരുന്ന് കല്ലിക്കണ്ടി മെഡിക്കലിലും, അതുപോലെ തന്നെ 1,444 രൂപയുടെ മരുന്ന് കടവത്തൂർ മെഡിക്കലിലും
പിന്നെ ഉപയോഗശൂന്യമായിട്ടുണ്ട്. അത് ഈ പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണ്. പിന്നെ ബൈലോ ഭേദഗതിയാണ് അടുത്ത അജണ്ടയുടെ ഭാഗമായിട്ട് വെക്കാനുള്ളത്. ബൈലോ നമ്പർ 11 ഒരംഗത്തിനെടുക്കാവുന്ന കടത്തിൻ്റെ പരിധി വിവിധ വായ്പകളിലായി വായ്പക്കാരൻ എന്ന നിലയിൽ ഒരംഗത്തിന് പരമാവധി ബാധ്യത 25 ലക്ഷം രൂപയിൽ അധികരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പദ്ധതി വായ്പകൾക്ക് ഈ പരിധി ബാധകമല്ല. അത് ഭേദഗതി ചെയ്യുന്ന ഒരു ഇനമാണ് ബൈലോ ഭേദഗതി. അത് ബൈലോ നമ്പർ 11 ഭേദഗതിക്ക് ശേഷം പരമാവധി ബാധ്യത 50 ലക്ഷം എന്നാക്കി മാറ്റേണ്ടതുണ്ട്. അതിന്റെ കാരണം ഇത് കൂടുതൽ വായ്പ നൽകുന്നതിന് വേണ്ടിയാണ്. സഹകരണ സംഘ രജിസ്ട്രാറുടെ G1 41/23/19 സർക്കുലർ നമ്പർ 50/2019 പ്രകാരം ഇതിനുള്ള നിർദ്ദേശങ്ങളും ഉണ്ട്. ബൈലോ നമ്പർ ഭേദഗതിയുടെ രണ്ടാമത്തെ കാര്യം ബൈലോ നമ്പർ 23 ചിട്ടി ഫണ്ടാണ്. ചിട്ടി ഫണ്ടിൽ 20 അതിലധികവും മെമ്പർമാരുടെ അപേക്ഷിച്ച് ബാങ്ക് ചിട്ടി ആരംഭിക്കുന്നതിന് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രതിമാസ സമ്പാദ്യ പദ്ധതി MSS ആരംഭിക്കണം എന്ന നിലയിൽ സഹകരണ സംഘ രജിസ്ട്രാറുടെ CP 865/2022 സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ആ സർക്കുലർ പ്രകാരം ഈ ഭാഗം ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആണ് ഈ ഭേദഗതി വന്നിട്ടുള്ളത്. മൂന്നാമത്തേത് വായ്പകൾ സംബന്ധിച്ചിട്ടുള്ള ഭേദഗതിയാണ്. സഹായഹസ്തം, ചെറുകിട കച്ചവടക്കാർ, ചെറു സംരംഭകർ, ഓട്ടോറിക്ഷ മെയിൻ്റനൻസ് എന്നിവർക്ക് പരമാവധി 20,000 രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ്. സഹകരണ സംഘ രജിസ്ട്രാറുടെ 1550/23 സർക്കുലർ പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അതും ബൈലോയിൽ അധികമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു ഇനമാണ്. പിന്നെയുള്ളത് ആർബിട്രേഷൻ എക്സിക്യൂഷൻ കേസുകൾ ഇത് പ്രകാരം പിന്നെ അനുവദിച്ചിട്ടുള്ള വായ്പാ ഇളവുകൾ അംഗീകരിക്കലാണ്. അതിൽ 6 വായ്പകളിലായിട്ട് 2,16,276 രൂപയിൽ 1,68,607 രൂപ തിരിച്ചടവ് വന്നതിൽ 39,760 രൂപ പലിശയും 8,705 രൂപ പിഴപ്പലിശയും അദാലത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആ ഇളവ് പൊതുയോഗത്തിന് മുമ്പാകെ വെക്കുകയാണ്. അത് പൊതുയോഗം അംഗീകരിക്കാൻ പിന്നെ അഭ്യർത്ഥിക്കുകയാണ്. പൊതുയോഗം അംഗീകരിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ള സപ്ലിമെൻ്ററി ബഡ്ജറ്റ് അംഗീകരിക്കൽ, 25-26 വർഷത്തെ കരട് ബഡ്ജറ്റ് അംഗീകരിക്കൽ, തുടർന്ന് വെച്ച ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പൊതുയോഗത്തിൽ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം സംശയങ്ങൾ ചോദിച്ച് അതിൻ്റെ വ്യക്തത വരുത്തിയതിന് ശേഷം അത് അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത്. ചോദ്യങ്ങൾ ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. മെഡിക്കൽ ലാബ് വെള്ളിയാഴ്ച ദിവസം ഒരു 15 ആൾക്ക് ഫ്രീ ആയിട്ടൊരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പം 15 ആൾക്ക് ശേഷം വരുന്ന ആൾക്കാർ 2ാം നമ്പർ പൗരനായിട്ടല്ലേ, 2 പൗരന്മാർ ആവശ്യമുണ്ടോ? അതിന് എല്ലാവർക്കും ഒരു 10 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമായിക്കൂടെ? ഇത് ഒരു ആദിവാസി മേഖലയൊന്നല്ലല്ലോ. എല്ലാവർക്കും ഫ്രീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ കടവത്തുന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രീ കൊടുക്കേണ്ട ഒരാളും കൂടെ ഇല്ല. ഒരു 10 രൂപക്ക് ഗതിയില്ലാത്ത ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വരുന്ന വെള്ളിയാഴ്ച ദിവസം വരുന്ന എല്ലാവരോടും 10 രൂപ വെച്ച് വാങ്ങാം. ഫ്രീ ആയിട്ട് ആരും കൊടുക്കും. ഇത് വേണ്ട, ഇത്രേ പറയുന്നു. എനിക്കൊരു സംശയമാണ്. പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ച ഈ ജനസേവന കേന്ദ്രം, അപ്പം അത് പ്രഖ്യാപിച്ചേ കേട്ടിട്ടുള്ളൂ. ഈ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുക എന്നതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇപ്പോൾ വന്ന 2 കാര്യങ്ങൾ, അതിൽ ആഴ്ചക്ക് 15 പേർക്ക് ഷുഗർ രോഗികളെ സൗജന്യമായി രക്തപരിശോധന നടത്തുന്നത് 10 രൂപ ഈടാക്കിക്കൊണ്ട് എല്ലാവർക്കും അത് കൊടുത്തുകൂടെ എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10 രൂപക്ക് കൊടുത്തുകൊണ്ട് പരമാവധി ആൾക്ക് കൂടുതൽ ആളുകൾക്ക് കിട്ടും എന്നുള്ളത് അത് ഒറ്റയടിക്കിപ്പോൾ പറയാതെ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഭരണസമിതി ചേർന്ന് ആലോചിച്ച് നമുക്ക് തീരുമാനമെടുത്ത് പോകാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞത് ഈ സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. ഈ സേവന കേന്ദ്രത്തിൻ്റെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങൾക്ക്
ഇപ്പോൾ പിന്നെ പല സേവനങ്ങളും നേരിട്ട് ഓഫീസുകളിൽ പോവാതെ, പഞ്ചായത്തായാലും വില്ലേജ് ഓഫീസായാലും അത്തരം സ്ഥാപനങ്ങളിൽ നേരിട്ട് പോകാതെ പല സർട്ടിഫിക്കറ്റുകളും കിട്ടുന്ന സംവിധാനം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പിലായിട്ടുണ്ട്. അപ്പം അത്തരം സേവനങ്ങൾ കിട്ടുക, അതോടൊപ്പം തന്നെ മണി ട്രാൻസ്ഫറുകളൊക്കെ ഉള്ള കാര്യങ്ങൾ അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒന്നും കൂടി ആലോചിച്ചിട്ട് കൂടുതൽ സമയം ജനങ്ങൾക്ക് അതിൻ്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ള തരത്തിലാണ് ഇത് സംഘടിപ്പിച്ചു പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൂടുതൽ ടെൻഡർ വന്നിട്ടില്ല. ഒന്നുകൂടി നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ടെൻഡർ പ്രവൃത്തി, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ട് അത് ജനങ്ങൾക്ക് അതിൻ്റെ സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണസമിതി ഇടപെട്ട് ചെയ്യുമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ നമ്മുടെ പൊതുയോഗത്തിൻ്റെ അവസാന ഇനായ നന്ദി പ്രകാശിപ്പിക്കലാണ്. നമ്മുടെ ഡയറക്ടറായ സുരേന്ദ്ര മാഷോട് അഭ്യർത്ഥിക്കാണ്. കൂട്ടത്തിൽ പറയാനുള്ളൊരു കാര്യം, മാന്യ മെമ്പർമാർക്കുള്ള ഗിഫ്റ്റ് പുറത്ത് റെഡിയായിട്ട് അത് വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബഹളമാണ് പുറത്ത് നടക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തോടെ ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ നല്ല നിലക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. അതുമായിട്ടൊന്ന് സഹകരിച്ച് എല്ലാവരും ആ ഗിഫ്റ്റ് കൈപ്പറ്റിയിട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സഹ ഡയറക്ടർമാരെ, ജീവനക്കാർ, ഈ നമ്മുടെ ബാങ്കിൻ്റെ എല്ലാമായിട്ടുള്ള ഓഹരി ഉടമകൾ, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ഉപഹാരം, മെമ്പർമാർക്കുള്ള ഉപഹാരം വിതരണം ആരംഭിക്കുകയാണ്. എല്ലാവരും അച്ചടക്കത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ഉപഹാരം ഏറ്റുവാങ്ങി പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.